ഇവിടെ ലൈവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. മഴയൊക്കെ പെയ്തപ്പോൾ നെറ്റ് തീർന്നു എന്ന് തോന്നുന്നു, ലൈവ് കട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കാം എല്ലാവരെയും. അപ്പോൾ അവിടെ കാത്തിരിക്കണവരൊക്കെ എന്താ ചെയ്യാതെ അത് കട്ടായിപ്പോയി. ഇങ്ങനെ മതിയെന്നാവും ഭഗവാന്റെ നിശ്ചയം. നാരായണ നാരായണ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗങ്ങൾ ശുഗൻ എന്ന ആ രാക്ഷസൻ ചെന്നിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ സുഗ്രീവനോട് പറയാനായിട്ട് ചെല്ലണതും രാമൻ്റെ നിർദ്ദേശപ്രകാരം ശുഗനെ ബന്ധിക്കണതും അത് കഴിഞ്ഞിട്ട് സേതുബന്ധനം നടത്തണതും ആയിട്ടുള്ള ഭാഗങ്ങളാണ്, സേതുബന്ധനമൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ച്. ഇനി പാരായണം ചെയ്ത് സമർപ്പിക്കാനുള്ളത് രാവണ ശുഗബന്ധനം എന്നുള്ള ഭാഗമാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജാനകീ ജീവനസ്മരണം പങ്ക്തിമുഖനുമവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. നാരായണ നാരായണ. ഇവിടെ ചൊല്ലു. നാരായണ പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരക്തി കേട്ടു ശുകൻപര. ഹരേ കൃഷ്ണ. രാത്രിഞ്ചരോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസ രാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവിൻ. സിന്ധു തന്നുത്തരാ തീരാവരി ചെന്നൊരന്തരാമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവൻ തുടങ്ങും ദശാന്തരെ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതൻ അവധ്യനയപ്പീനവനെന്നാദരോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനരാ സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവാവീരാനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക, സീതയെ നൽകിയിടുക ഒന്നുകിലല്ലാകിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നൂടറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കിനെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോയി വന്നിരിക്കുന്നതു ഇരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുക ശുനി. ലങ്കാപുരാരും നിശാചരേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കോരു രോഷവുമാശു തീർത്തിടുവാൻ. നച്ചഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനി എന്നരുളി ചെയ്തിരുന്നിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസഖ്യം ബലം ദശ കണ്ട പ്രഭോ കപീപുങ്കവാപാലിതം. പർവ്വതാസന്നിഭന്മാരായ വാനരരുർവീ കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നു നിർഭയം. സംഖ്യയുമാർക്കു ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംബരനായ കുമാരനും
ഹുങ്കാരമേറിയ വാനരാസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ 100,000 പടയോളും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൾ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകൂമിളയ രാജാവതീനങ്ങേതു പത്മാകിഞ്ചൽക്ക സമപ്രഭൻ വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചങ്ങിനെ ബാലിതൻ നന്ദനദ്രിസിംഗോപമൻ. തൽപാശസീമനി നിൽക്കുന്നതു വാതജൻ തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ചേതൻ രജതാസമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവേദനും ബൃന്ദാര വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവം നളാനദീനങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനീതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതീതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി. സാരനം ജാമ്പുവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദതിമുഖൻ ജ്യോതിമുഖനദി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടി ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വള്ളം പടയുമുണ്ടവ. ഉള്ളം തെളിഞ്ഞു പോർക്ക21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെയൊടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ ഇവരേവരും ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാം പരംപുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണൻ അയതനന്ദനും. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. വൈരാമവാരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചസ്ത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി. ത്വങ്മാസദേവേദാസ്തി മൂത്രാമലങ്ങളാൽ സമ്മേളിതാമതി ദുർഗന്ധമെത്രയും. ജ്ഞാനെന്ന ഭാവാമതിയിലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഹന്താ ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥായ ഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദൗഘങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗോക്തമായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്തേന ചെയ്യുന്നു. ജന്മാമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകാജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനങ്ങളകനി. ആത്മാവു നിർമ്മലനവ്യനാദ്വയൻ ആത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനീ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരശ്വാദിദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലുമുണ്ടാം. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ജഡത്വവും വന്നിതു. ജാനകീ ജീവനസ്മരണം. ശുഗനോട് ചോദിക്കണു, എന്തുകൊണ്ടാണ് നീ വൈകിയത്? നിന്നെ അവരാരെങ്കിലും പിടിച്ച് ഉപദ്രവിക്കുകയാണോ ചെയ്തത്? എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഗ്രീവനോട് പറഞ്ഞപ്പോൾ
ആ മർക്കടന്മാരെല്ലാവരും കൂടി എന്നെ പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാമനെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ ആ രാമൻ വേഗം വന്ന് എനിക്ക് അഭയം തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെതാ ആ വാനരന്മാരയച്ചത് അവിടുന്ന് പിന്നെ എന്നെ പറഞ്ഞയച്ചപ്പോൾ ഞാനിങ്ങടെ വന്നു. അപ്പോൾ വന്നപ്പോൾ പറയുകയാണതാ അവിടെ ഉള്ള ആ വാനര സൈന്യത്തിൻ്റെ ബലവും അവർ അവിടുന്ന് സേതുബന്ധനം ചെയ്ത് ചിറകെട്ടി ഇക്കരെ ലങ്കയ്ക്ക് കടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരെയും എടുത്ത് കാണിച്ചിട്ട് ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഇന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണു ഇവരൊക്കെ എന്താ ദേവന്മാരാണ് വാനരന്മാരായിട്ട് ജനിച്ചിരിക്കുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ്? രാക്ഷസവർഗത്തെ നശിപ്പിക്കാനും രാവണനെ വധിക്കാനാണ് ശ്രീരാമചന്ദ്ര പ്രഭു വന്നത്. അതിൻ്റെ കാരണമായിട്ടാണ് അത് ആ യോഗമായാദേവിയായിട്ടുള്ള സാക്ഷാൽ ആ യോഗമായാദേവി സീതയായിട്ട് വന്നത്. ലക്ഷ്മണനായത് അനന്തനാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മമാരാണ് ജാനകിയും രാമചന്ദ്രനും. അപ്പോൾ അത് അറിഞ്ഞ് അവരെ വേണ്ടതുപോലെ അവരാരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രവർത്തികൾ ഓരോരുത്തർ. അല്ലെങ്കിലും ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം അല്ലേ, 5 വസ്തുക്കളെ കൊണ്ടാണ് നമ്മളുടെ ശരീരം ഉണ്ടായിരിക്കേണ്ടത്. അത് ആ ശരീരം കുറച്ച് ആ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ആ പ്രവർത്തികളിലൂടെ നമുക്ക് വന്നു ചേരുന്നത് അറിഞ്ഞിട്ടും അറിയാണ്ടും ചെയ്യുന്ന പ്രവർത്തികളുണ്ടാവും. നമുക്കിപ്പോൾ അത് തെറ്റാന്ന് അറിയാണ്ടായാലും തെറ്റ് തീയ് പൊള്ളും എന്നറിയാണ്ടായാലും കൈ കൊണ്ടുവന്ന് തീയിൽ വെച്ചാൽ കൈ പൊള്ളില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് കഴിയുന്നത് നമുക്ക് ചിലപ്പോൾ നമുക്കത് ശരിയാണെന്ന് തോന്നി ചെയ്യുന്ന പല കാര്യങ്ങളും ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ദോഷമായിട്ടാണ് ഭവിക്കുക. അവർ ആ പറയണതിൻ്റെ പാപം നമുക്ക് വന്നു ചേരും. നമുക്കതറിയില്ല. എന്നാലും ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലാത്തതായാലും ഉള്ളതായാലും അത് പറയണേന് അതിൻ്റേതായ പാപമുണ്ട്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്രവർത്തികൾക്ക് വരെ ഉണ്ട്. ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് പുണ്യപാപങ്ങളായിട്ട് വന്നു ചേരും. ആ പുണ്യപാപങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം. ഈ ശരീരത്തിൽ നമ്മൾ ഇത്രയധികം അഭിമാനം കൊള്ളണം. പക്ഷേ ഈ ശരീരത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട സാധനമാണ് ഈ ശരീരം എന്ന് പറയുക. എന്താണ്? ത്വക്ക്, മാംസം, മേധ, അസ്ഥി, മൂത്രം, മലം. ഇതുകൊണ്ട് ഒരു തോലുകൊണ്ട് ഇതൊക്കെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് വെച്ചേക്കുകയാണ്. ആ തോല് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതൊക്കെ വൃത്തികെട്ടതല്ലേ? അത്രയും ദുർഗന്ധപൂർണ്ണമാണ്. അപ്പോൾ അതിൽ ഞാനെന്ന ഭാവം ഉണ്ടായിട്ട് വരുന്നത് അറിവില്ലാത്തവർക്കാണ്. അപ്പോൾ ജഡാത്മകമായിട്ടുള്ള ഈ ശരീരത്തിനാണ് ആ ശരീരമാണ് ഉണ്ടാവുന്നത്. അതായത് ഉള്ളതൊരിക്കലും നശിക്കില്ല. നശിച്ചു പോണതൊക്കെ ഇല്ലാത്തതാണ്. അപ്പോൾ ശരീരമൊക്കെ വീണ്ടും നശിച്ചു പോകണില്ലേ? അപ്പോൾ അതൊക്കെ ഇല്ലാത്തതാണ്. വസ്ത്രങ്ങൾ മാറുന്ന പോലെയുള്ളൂ. അപ്പോൾ ബ്രഹ്മഹത്യാദി ഉള്ള പാപങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ശരീരങ്ങളെ കൊണ്ട് വന്നു ചേരും. കാരണം ഈ ശരീരം എൻ്റെയാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അഹങ്കാരം കൊണ്ടും ദുരഭിമാനം കൊണ്ടും മറ്റും വൈരാഗ്യം കൊണ്ടും പല വിധത്തിലുള്ള ഭാവങ്ങളുണ്ടല്ലോ. അതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് പല വിധത്തിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാക്കി തീർക്കും. അപ്പോൾ പുണ്യപാപങ്ങളോട് ചേർന്ന് ജീവനും വന്നുകൂടുകയാണ്. അപ്പോൾ സുഖവും ദുഃഖമൊക്കെ ബന്ധനാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഈശ്വരനെ സർവാത്മന പ്രാപിക്കുകയാണ് വേണ്ടത്. ആത്മാവാണ് എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി ആ ആത്മാവിനെ അറിയാൻ വേണ്ടി ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ജന്മം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പുത്രൻ, ഭാര്യ, ഭർത്താവ്, ഗൃഹം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ വിരക്തിയോട് കൂടിയിട്ട് വാഴണം എന്ന് പറയാൻ വെച്ചാൽ വിരക്തനായിട്ട് വാഴുക വെച്ചാൽ അതൊന്നും വേണ്ടാന്നല്ല. ഇന്നത്തെ കാലത്ത് ധാരാളം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ മക്കളാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹം ചെയ്യണവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭാഗവതം പറയുമ്പോൾ പറയും ഭഗവാനിലേക്ക് തിരിച്ചു വിടാത്ത അച്ഛനല്ല, അമ്മയല്ല, ഗുരുനാഥനല്ല, ദേവതാ സ്വരൂപങ്ങളുണ്ടല്ലോ. അതായത് ശരിയായ ആ ഭാവത്തിലേക്ക് തിരിച്ചറിയാണ്ട് നമ്മൾ ചില ആശ്രയിച്ചിട്ട് അവർക്ക് ദോഷം ഉണ്ടാവാനും ഓരോ സേവകളൊക്കെ ചെയ്യുമല്ലോ. ആ ഈശ്വരന്മാർ പോലും അല്ല എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയാണ് ഋഷഭദേവൻ്റെ ഉപദേശത്തിൽ പറയണത്.
അപ്പം നമ്മളെ ആരാണോ ഈശ്വരനിലേക്കുള്ള മാർഗത്തിലോട് കൂടുതൽ അടുപ്പിക്കുന്നത് അവരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ മക്കളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറക്കമുറ്റാറാകുമ്പോൾ പറന്നുപോയി അവരുടെ കാര്യം. പിന്നെ അച്ഛനോടും അമ്മയോടും അവർ അടുപ്പം കാണിക്കാണ്ട് അവർ നമ്മളോടൊന്നും അടുപ്പം കാണിക്കണില്ല. അവർക്ക് നമ്മളെ ഓട് വർത്തമാനം പറയാൻ നേരമില്ല, വിളിക്കാൻ നേരമില്ല. ഇത്രയും വർഷം നമ്മുടെ കൂടെ കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മളുടെ പോരായ്മകളൊക്കെ കണ്ടുപിടിച്ച് അവർ നമ്മളെ, അപ്പം നമുക്ക് തോന്നും അയ്യോ കഷ്ടമായിപ്പോയി ഇത്രയും കാലം ഇങ്ങനെ ഉണ്ടായിട്ട്. അപ്പോഴാണ് ഈ അമ്മമാരൊക്കെ കണക്ക് പറയണേ, 10 മാസം ചുമന്നതിൻ്റെ കണക്ക് അത്. എന്നിട്ട് മക്കളെന്താ പറയുകയെന്നറിയോ, 10 മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ എന്ന് കണക്ക് പറയണു. കണക്ക് പറയണ അമ്മയാണോ? പിന്നെ എന്തിനാ അത് ഞങ്ങളോട് വച വെച്ചിട്ടാണോ ചോദിക്കും. ഈ കണക്ക് പറയിപ്പിച്ച മോൻ മോനാണോ മോള് മോളാണോ എന്നുള്ളത് ആരും അന്വേഷിക്കണില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ആ 10 മാസം ചുമന്ന് പ്രസവിച്ച കണക്കൊക്കെ പറയേണ്ടി വരുന്നു അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ. ഒരു നിലയ്ക്ക് എൻ്റെ ചിന്തത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവരൊന്നും നമ്മളോട് വല്ലാണ്ട് അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് അവരുടെ കാര്യം നോക്കി കഴിയുമ്പോൾ നമുക്കെന്ത് ചെയ്യാം, കൂടുതൽ ഈശ്വരനോട് അടുക്കാം, ഈശ്വരൻ്റെ നാമം ജപിക്കാനും അതുപോലെ ഈ സത്സംഗങ്ങൾക്ക് പോകാനും ഒന്നിനും ഒരു തടസ്സമില്ലല്ലോ. മറ്റേത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഫോൺ എപ്പോഴാണ് വരണേ അത് കാത്തിരിക്കണം. ചിലപ്പോൾ പുറമേ ഉള്ളവരൊക്കെയാവും കുട്ടികൾ, അവർ എപ്പോഴാണ് വിളിക്കുകയെന്നൊന്നും നിശ്ചയമില്ല. അവർ വിളിച്ചപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ അതാ ലോഗ്യവും. അപ്പോൾ അത് ഇപ്പം അതൊന്നും അവർ വിളിക്കണില്ല എന്ന് സന്തോഷമായി, കാത്തിരിക്കാണ്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആരെയും കാത്തിരിക്കേണ്ട. അപ്പോൾ അതാണ്. അപ്പോൾ അവർ നമുക്കൊരു നിലയ്ക്ക് അനുകൂലമായിട്ട് ചെയ്യല്ലേ, നമ്മുടെ ഈശ്വരൻ്റെ പാതയിലേക്ക് അവർ നമ്മളെ പറഞ്ഞു വിടുക ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമുക്ക് ഇതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ, എൻ മകനാശു നടക്കുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും ഇല്ലേ, രാമായണം തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ. എവിടെ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഈശ്വര അവരൊക്കെ സുഖമായിട്ടിരിക്കട്ടെ, നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭാഗവതം വായിക്കുക, ഇരിക്കുക. വേറൊരു അല്ലലും ഇല്ല അലട്ടും ഇല്ല എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അവരല്ലേ നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യണത്. അപ്പോൾ വേറെ എന്താ പറയണേ, കാട്ടിലേക്ക് പറഞ്ഞു വെച്ചു രാമൻ എന്ന് പറയുമ്പോൾ കയ്യമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് കാട്ടിലേക്ക് പറഞ്ഞു വെച്ചത്. കാരണം എന്താ, വീട് ഭരിക്കണമെങ്കിൽ കുറച്ചൊന്നുമല്ല, നാട് ഭരിക്കണമെങ്കിൽ പ്രയാസം. കാട്ടിലാകുമ്പോൾ അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. അതുപോലെ അനാഥാലയത്തിൽ കൊണ്ടാക്കിയാൽ നമുക്ക് വേറെ ഒന്നുമില്ല. വീട്ടിലാകുമ്പോൾ വയ്ക്കണം, ഇതാവണം, അടിക്കണം, തുടയ്ക്കണം, 100 പണികളുണ്ട്. അവിടെ ആകുമ്പോൾ അവർ തരുന്ന ഭക്ഷണം കഴിച്ച് മിണ്ടാണ്ട് നാമം ജപിച്ചിരുന്നാൽ മതി. അപ്പോൾ നന്മയല്ലേ ചെയ്യണേ, ഇതൊക്കെ നന്മ തന്നെയാണ്. അത് എല്ലാം നമ്മൾ എടുക്കണ ആ സെൻസോട് കൂടി എടുത്താലെല്ലാം നല്ലത് തന്നെ. അല്ലെങ്കിൽ അതൊക്കെ വിഷമായിട്ട് തീരും. പിന്നെ അതിനനുസരിച്ച് വിഷമിക്കുക, മനസ്സ് വിഷമിച്ച് നമ്മളുടെ ഉള്ളിലെങ്ങാനും സങ്കടം വന്നിട്ട് നമ്മളെന്തെങ്കിലും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ പറയണില്ലേ, ശാപം എന്ന് പറയണത് വാക്കുകളെ കൊണ്ട് പറയണതല്ല, തീവ്രമായ ആ ഹൃദയവേദനയോട് കൂടിയിട്ട് എന്തെങ്കിലും ചിന്തിച്ചാൽ അത് ശാപമായിട്ട് തീരും. അപ്പോൾ അതിനൊന്നും ഇടവരുത്തേണ്ടെന്നേ, പോസിറ്റീവായി ചിന്തിച്ചാൽ അങ്ങനെയൊന്നും ഉള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ പറയണു, അതിനോടുള്ള പുത്രനോടും ഗൃഹങ്ങളോടുള്ള ഒരു വല്ലാണ്ടുള്ള പുത്രധാരാദി ഗൃഹങ്ങളിലുള്ള വസ്തുക്കളിൽ അമിതമായിട്ടുള്ള ആസക്തി ഒഴിവാക്കിയിട്ട് വിരക്തനായിട്ട് വാഴുക. ഗൃഹത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടെന്നോ അവർക്ക് കൊടുക്കണ്ടെന്നൊന്നും പറയണില്ല. നമ്മളവിടെ ഒന്നിനോട് അറ്റാച്ച്മെൻറ്റ് വേണ്ട, ഉണ്ട് ശരി സന്തോഷം, ഇല്ല വേണ്ട, അപ്പോഴും സന്തോഷം, എപ്പോഴും ഒരേ ഭാവത്തോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ സുഖമുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ആ രാവണനെ ഉപദേശിക്കുകയാണ്. കാരണം ശുഗൻ പറയണു, രാവണനോട് പറയണ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് അടുത്ത ഭാഗം ദേഹം, ഇനി ഏതാ വായിക്കും. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതാഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ. അതായത് ഈ ഭൂമിയിൽ ഭാരതത്തിൽ നമുക്ക് അത്രയും പുണ്യം ഉണ്ടാകുമ്പോഴാണ് അത്ര ദേഹം, ആ പുണ്യം ഉണ്ടാകുമ്പോഴാണ് ഭാരതത്തിൽ ദ്വിജത്വം എന്ന് വെച്ചാൽ ആ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ ബ്രാഹ്മണൻ അല്ല, നമ്മൾ ഈശ്വരനെ അറിഞ്ഞ് ഒരു കാലം ആ
കുട്ടികളുടെ ആ ബാല്യകാലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനെ അറിഞ്ഞ് ആ ഭാവത്തിലേക്കുണ്ടല്ലോ, അതിനാണ് ബ്രാഹ്മണൻ. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പോൾ ആ ദ്വിജത്വം ഉണ്ടാവുകയാണ്. അത് ഭൂമിയിലെ ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിക്കുക. അപ്പോൾ അങ്ങനെ ജനിച്ചാൽ പിന്നെ ഭോഗത്തിലൊക്കെ ആഗ്രഹം വെച്ചിട്ട് നടക്കാൻ ചില എത്ര മഹാഭാവമാണ്. അപ്പം നമ്മൾ നോക്കൂ, എത്രയോ പേര് കൊതിക്കുന്ന ആ ഭാരതത്തിലെ ഭാരതത്തിലാണ് നമ്മൾ വന്ന് ജനിച്ചേക്കണേ. എന്നിട്ട് വന്നിട്ടും പിന്നെയും ഭോഗത്തിൽ ആഗ്രഹം വെച്ചിട്ട് നടക്കുക എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ചെയ്യണ എത്ര വലിയ മഹാപാപം. ഇതൊക്കെ തന്നെയാണ് പാപം. നമ്മൾ ചെയ്യുന്ന ധർമ്മം ചെയ്യാണ്ട് ധർമ്മത്തിന് വിപരീതമായിട്ട് ചെയ്താൽ ധർമ്മത്തിന് ചുതി വരും, അതും പാപമാണ്. അപ്പോൾ പറയണു, അതും ധന്യനായുള്ളവരാരും അങ്ങനെ ചെയ്യില്ല, വിവരമുള്ളവർ ചെയ്യില്ല. അങ്ങാണെങ്കിലോ അങ്ങ് ബ്രാഹ്മണൻ തന്നെയാണ്. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരാതപോധനൻ. തപസ് ചെയ്തിട്ട് ഉള്ള ആളാണ്. അത്രയും വലിയ തപസ് ചെയ്ത ആളാണ്. എന്നിട്ടാണല്ലോ 10 തലയൊക്കെ കിട്ടിയത് തപസ്സൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഓരോ തലയും ഓരോ തവണയും മുറിച്ച് കഴിയും, പിന്നെയും തല വരും, പിന്നെ അത് അങ്ങനെയാണല്ലോ 10 തല ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് അങ്ങ്. ബ്രാഹ്മണ കുലത്തിലും കൂടി ജനിച്ച ആളാണ്. എന്നിട്ടും പിന്നെ ഇങ്ങനെ ആവരുത്, അറിവില്ലാത്തവരെ പോലെ. എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും അഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരൻ അദ്വയൻ. സീതയെ രാമനെ കൊണ്ടേ കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലാകിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു, നല്ല ജനത്തോടു ചോദിച്ചു കൊൾകെടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതകാന്തികാന്തം രമാസേവിതം ബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപൂണം വിഭീഷണാസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊൾകിലോ മുക്തി വന്നിടുമതീനില്ല സംശയം. ഇത്തം ശുഗവാക്യ അജ്ഞാനനാശനം ശുദ്ധാദശാസ്യനും ക്രോധസംരക്ഷനായി ദഗ്ധനായിപ്പോകും ശുഗാനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുരാ ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്തഭം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുത് അതൊരു വാക്കുകൾ, കേട്ടു പൊറുപ്പൻ നമുക്കു ക്ഷമയില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൊക്കിരുന്നീടിനാൻ. ജാനകീ ജീവനസ്മരണം. അങ്ങനെ ആ രാവണനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് പറഞ്ഞു എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ചിട്ട് രാമനെ ആശ്രയിക്കൂ, ആ രാമനാമം ജപിച്ചുകൊണ്ട് ഇരിക്കൂ, അപ്പോൾ വിഷ്ണുലോകം ഗമിക്കാൻ പറ്റും എന്ന് പറയുന്നു. പിന്നെ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കീഴ്പോട്ട് നമ്മൾ ഇത്രയും നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും ഈശ്വരനെ ആശ്രയിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അധപ്പതനെ ഉണ്ടാവുള്ളൂ. ഊർധ്വലോകം ഇങ്ങനെ കീഴ്പോട്ട് പോയിട്ട് നരകത്തിലേക്കാണ് ചെല്ലുക. ഒരു സംശയവും ഇല്ല. കാരണം ഈ നരകത്തിൽ പോവാതിരിക്കാൻ, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അല്ലേ. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ഇപ്പോൾ പറയില്ല, എന്താണ് പറയുക, പരീക്ഷയ്ക്ക് ഒക്കെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 10ാം ക്ലാസ്സൊക്കെ ഇപ്പോൾ തോറ്റു. പഠിക്കേണ്ടോണം പഠിക്കാത്തതുകൊണ്ടാണ് തോറ്റത്. അതുവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് അത് സ്ട്രിക്റ്റായി ഇപ്പോൾ പറ്റണില്ല. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു പരീക്ഷ വയ്ക്കും. ആ പരീക്ഷയിലും കൂടിയും ഇതായി കഴിഞ്ഞാൽ വീണ്ടും ഉയർന്ന ക്ലാസ്സിലേക്ക് പോകും. അതിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്നുള്ളത് പറയണ പോലെ
നമുക്ക് ആ മനുഷ്യജന്മം ഭഗവാൻ അനുഗ്രഹിച്ച് തന്നേക്കുകയാണ്. ആ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? പുണ്യമല്ല, പാപവും പുണ്യവും ഒന്നുമല്ല. നമുക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് വേണ്ടത്. എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ഏതേതു കർമ്മങ്ങളാണോ നമുക്ക് നമ്മൾ അത് ഉപേക്ഷിക്കരുത്. അധിഷ്ഠിതമായ കർമ്മങ്ങളെ ഉപേക്ഷിക്കരുത്. ഗൃഹധർമ്മങ്ങൾ നമ്മളെ ഒരു ഗൃഹസ്ഥനായിട്ടാണ് ജനിപ്പിച്ചേക്കണമെന്ന് വെച്ചാൽ ആ ഗൃഹസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണോടൊപ്പം അതേ പ്രധാനത്തോട് കൂടിയിട്ട് തന്നെ ഈശ്വരോപാസനയും നമ്മൾ കൊണ്ട് നടക്കണം. ചെയ്യുന്ന എല്ലാ കർമ്മവും നമുക്കെന്താ കൂടുതൽ ഇത് നമ്മൾ പറയണത് എന്താ? നാമം ജപിക്കൂ, സത്സംഗങ്ങളിൽ വരൂ, ഇങ്ങനെ ഇരിക്കൂ എന്നൊക്കെ നമ്മൾ പറയാൻ പ്രധാന കാരണം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റുണ്ടോ? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും ഈശ്വര പൂജയാണെന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുണ്ടോ? അത് പറ്റണില്ല. നമുക്ക് പറയുമ്പോഴൊക്കെ ശരിയെന്ന് പറയും, പക്ഷേ രാവിലെ എഴുന്നേറ്റു വീട് വൃത്തിയാക്കുമ്പോൾ നമുക്കത് ഈശ്വര പൂജയാണ്, ഈശ്വരൻ്റെ വീടാണ് ഞാൻ വൃത്തിയാക്കണമെന്നുള്ള ഭാവത്തിലാണോ? അത് എങ്ങനെയും കഴിഞ്ഞിട്ട് അപ്പുറത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും കൂടി ഈശ്വരനെ ചിന്തിക്കുകയും കൂടിയില്ല അതൊന്നും ചെയ്യണ സമയത്ത്. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, ഓരോ പ്രവർത്തികൾ കുളിക്കണ സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അവിടെ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ അഭിഷേകം ചെയ്യുകയാണ്. ആ ഈശ്വരനെയാണ് കുളിപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ നമ്മൾ ആരെങ്കിലും കുളിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് പറയണത്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യാണ്, ഒരു ഓഫീസിൽ പോയൊരു കാര്യം ചെയ്യാൻ ഞാൻ ചെയ്യണത് എൻ്റെ ധർമ്മമാണ്. ഇത് ഈശ്വരൻ എനിക്ക് ഏൽപ്പിച്ചേക്കണതാണ്. അപ്പോൾ അത് ഈശ്വരനെ ഏൽപ്പിച്ച ധർമ്മം അതിനെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും വ്യക്തമായിട്ടും ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അവിടെയല്ലേ നമുക്ക് എവിടെയാണ് ലാഭം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുക. എന്താ നമുക്ക് അവിടെ അതുകൊണ്ടല്ലേ ഈ അഴിമതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണത്. വീടുകളിലായാലും അത് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഇതോട് കൂടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യണേ. എന്നിട്ട് നമുക്ക് തന്നെ തോന്നും, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും ചിലത് ചെയ്യുമ്പോൾ. അതിന് നമ്മളൊരു ന്യായവും കണ്ടെത്തുമോ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ലേ. നമ്മുടെ വീട്ടിലല്ലാണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പറ്റുമോ? ഒന്നും നമ്മളൊരു ന്യായവും കണ്ടെത്തും. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ധാരാളം ചുതികൾ വരുന്നു നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് സത്സംഗത്തിലിരിക്കണം, ഈശ്വരനാമം ജപിക്കണം. അതുകൊണ്ടാണ് ഈ കൂട്ടായിട്ട് ഇരിക്കണേന് ഏറ്റവും മഹത്വം കലികാലത്ത് പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം കൂട്ടായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നടന്നു പോവുക, നല്ല ഇരുട്ട്, വെളിച്ചമല്ലേ. ഒരാളുടെ കയ്യിൽ ടോർച്ച് ഉണ്ടായാൽ മതി അല്ലേ, മറ്റുള്ളവർക്കും കണ്ണ് കാണാം. ഒരാളുടെ കയ്യിലൊരു വെളിച്ചം ഉണ്ടായി ആ വെളിച്ചത്തിൻ്റെ പുറകെ മറ്റുള്ളവർ അയാൾ പോണതിൻ്റെ പുറകെ പോവാലോ. അതുപോലെയാണ് ഈ സത്സംഗത്തിലിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാളുടെ ഉള്ളിൽ അത് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് മറ്റുള്ളവർക്കും വരും അല്ലേ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്സംഗത്തിലിരിക്കുകയാണ്, ഉച്ചനേരത്തെ സപ്താഹമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരാൾ കോട്ടുവായി ഇടും, അപ്പോൾ ആൾക്ക് അടുത്ത ആൾ കോട്ടുവായി ഇടും. അപ്പോഴേക്കും അല്ല അത് തമാശയല്ല. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ നിന്ന് ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് പോകണമെങ്കിൽ ഒരാളുടെ ഉള്ളിൽ ഈശ്വരഭാവം നല്ലോണം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ഉള്ളിലേക്കും പകരും. നമുക്കത് അങ്ങനെ തന്നെയാണ് അത് വരിക. ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടും. അപ്പോൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അത് നമുക്ക് അനുഭവമായിട്ട് തീരും. അതുകൊണ്ടാണ് ഒരുമിച്ചിരിക്കൂ, സത്സംഗത്തിലിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും രാമായണം വായിക്കാനറിയാം. എന്നെക്കാളും ഭംഗിയായിട്ട് അക്ഷരം തെറ്റാണ്ട് ഇവിടെ വായിക്കണവരുണ്ട്. ആ ചേച്ചിയൊക്കെ, ഉഷ ചേച്ചിയൊക്കെ എന്തൊരു നന്നായിട്ടാണ് വായിക്കണേ, എന്തൊരു ശബ്ദത്തിലാണ് വായിക്കണേ. അപ്പോൾ അതുപോലെയൊന്നും നമുക്ക് വായിക്കാനറിയില്ല. അവരങ്ങോട്ട് വായിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പരിഭ്രമാവുക ചെയ്യണേ. അതുപോലേക്ക് പറ്റണില്ലല്ലോ എന്നുള്ളത്, ഏതാ തെറ്റാവുമോ എന്നുള്ളത് നമുക്കൊരു പരിഭ്രമമാണ്. അങ്ങനെ അറിവുള്ളവരുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഒരു പരിഭ്രമ. അപ്പോൾ അത്ര അറിഞ്ഞിട്ടല്ല എങ്കിലും നമുക്ക് അത്രയും അറിയണവരാണ് എല്ലാവരും വീട്ടിലിരുന്ന് വായിക്കാൻ അറിയണം. എന്നാലും എന്തിനാണ് ഇവിടെ ഇരുന്ന് ഭഗവാന്റെ മുന്നിലിരുന്ന് ഇതുപോലെ വിളക്ക് കത്തിച്ച് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, അന്തരീക്ഷം, ഈ അമ്പലത്തിൻ്റെ അന്തരീക്ഷം എന്ന് വെച്ചാൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അത് പകരാനൊക്കെ ഇടയാവും. വീട്ടിലിരുന്ന് വായിക്കണതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെല്ലാം ചിന്തകൾ വന്നുകൂടാം അല്ലേ. അതിനിടയ്ക്ക് ആരെങ്കിലും ഒരാൾ വന്ന് വാതിലുമ്പോൾ തട്ടി വിളിച്ചാൽ നമുക്കിത് നിർത്തി എണീറ്റ് പോകേണ്ടി വരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു ഫോൺ വന്നാൽ അത് നോക്കാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഫോൺ വന്നാൽ എടുക്കില്ല വെച്ചാൽ ആരാണാവോ വിളിച്ചിട്ടുണ്ടാവുക, അത് കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോഴും നമ്മുടെ ചിന്ത മുഴുവൻ അത് ആരാ വിളിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ യാതൊരു ചിന്തകളും ഇല്ലാണ്ട് ആ ഭഗവാനിൻ്റെ ഉള്ളിലേക്ക് തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വക സത്സംഗങ്ങളിലിരിക്കാൻ നമ്മളോട് മഹാത്മാക്കൾ പറയണത്. സത്സംഗത്തിലിരിക്കും, സത്സംഗം കൊണ്ട് മാത്രമേ വരുള്ളൂ. എല്ലാം സത്സംഗത്തിലിരിക്കാൻ ബാക്കിയുള്ളത് കഴിയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുക.
എങ്ങനെയെങ്കിലും പറ്റുകയാണെങ്കിൽ വരും. അതിനെ ഒന്നുമില്ല, ഒന്നിനും പോകല്ല, ഒന്നിനും നേരില്ല, എന്നാൽ അവിടെ ചെന്നിരിക്കുക, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുക. ബാക്കി ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഒഴിച്ചുകൂടാണ്ട് നമ്മളെടുത്തിട്ട് ഇവിടെ വന്നിരിക്കുക. അങ്ങനെയുള്ളതാണ് നമ്മുടെ സത്സംഗത്തിൻ്റെയൊക്കെ മഹത്വം. ഇവിടെയെന്ന് വെച്ചാൽ ഈ ഇവിടെ എന്ന് മാത്രമല്ല, എവിടെയാണോ സത്സംഗം ഉള്ളത്, രാമായണോ അതുപോലെ സപ്താഹമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പറ്റാവുന്നിടത്തോളം നമ്മൾ അവിടെ ചെന്നിരുന്ന് അതൊക്കെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കീഴ്പോട്ട് 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 പോവുക തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അപ്പം അങ്ങനെ രാമനാമം ജപിച്ചോളൂ. രാമഭക്തന് ലോകം മുഴുവനും ആ രാമഭക്തൻ ലോകത്തിന് മുഴുവനും ശരണാഗതനായുള്ള രാമൻ്റെ പാദങ്ങളെ ആശ്രയിക്കൂ എന്നൊക്കെ പറഞ്ഞ രാമൻ്റെ രൂപം ധ്യാനിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ രാവണൻ ദേഷ്യത്തോടു കൂടിയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വധിക്കും എന്ന് വിചാരിച്ചാൽ, പക്ഷേ എൻ്റെ ഭൃത്യനല്ലേ, നീ എൻ്റെ ആചാര്യനെ പോലെ എനിക്ക് പറഞ്ഞു തരികയാണോ, ഞാനെന്താ വധിക്കാത്തതെന്ന് വെച്ചാൽ പണ്ട് നീ എനിക്ക് ചെയ്ത ഉപകാരം എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് മാത്രം കൊല്ലണില്ല, അത് കാരണം കൊണ്ട് നീ എൻ്റെ അടുത്ത് നിൽക്കണ്ട, നീ എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ശുഗനോട്. അപ്പോൾ ശുഗൻ അവിടുന്ന് പേടിച്ച് വിറച്ചിട്ട് സ്വന്തം ഗൃഹത്തിൽ പോയിരുന്നു. അതിനുശേഷമുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യാം. ജാനകീരി ജീവനസ്മരണം കുറേ അധികം വായനയുണ്ട് ഇപ്പോൾ. അത് കാരണം കൊണ്ട് കുറച്ച് വായിക്കുമ്പോഴേക്കും നാവ് നല്ല സന്തോഷമായിട്ട് ഇരുന്ന് വായിക്കുക. വേറൊരു പണിയില്ലാണ്ട് ഇപ്പം ഇരുന്ന് വായിക്കപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ അദ്ദേഹവും ഇല്ല അവിടെ. അപ്പോൾ അത് കാരണം സുഖമായിട്ട് ഇനി 2 ദിവസം ഇല്ല. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഇനി നല്ലോണം വായിക്കാം രാമായണവും ഭാഗവതമൊക്കെ. അപ്പോൾ അതാ പറഞ്ഞത്, അതൊക്കെ നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹം. കിട്ടണ അവസരം പാഴാക്കാണ്ട് ചെയ്യുക. അപ്പോഴാണ് ഇത്തിരി അവസരം കിട്ടിയാൽ അപ്പം നമുക്ക് ചിന്ത ഉണ്ടാവേണ്ടത്, നമുക്കിത് വായിക്കുക, അങ്ങനെയുള്ളൊരു ചിന്ത. അങ്ങനെ ഒരു ജ്വരട്ടിച്ചിട്ടെന്നെങ്കിലും ആയിക്കോട്ടെ, എന്നാലും വന്നാൽ രക്ഷപ്പെട്ടു. വേറെ ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ പോകാണ്ട് കഴിഞ്ഞല്ലോ. ജാനകീ ജീവനസ്മരണം ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേവീടിനാൻ യാഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാൻ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ നിർജ്ജരാ വൈരീകുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ടൻ നിശാചരൻ എന്തോന്നു നല്ലു ശുഖാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധോ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുഖാശ്രമേ സമ്പ്രദനായാനൊരു ദിവസം ബലാൽ സംഭൂജിതാനാം അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംഷ്ടാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്വിതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയിട്ടു ഇഷ്ടാന്നമായുണ്ണേണമിന്നു നമുക്കെടോ ത്യാഗമാസം വേണമല്ലോ കറീമമ ത്യാഗിയല്ലോ ഭവൻ ബ്രാഹ്മണാസത്തമൻ എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതെങ്ങിനെ എന്നവളും ചൊന്നാൽ മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പൊടു തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മിത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക മമാ തപോ വൈഭവാൽ ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രാമിതെന്തോരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ
പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലുചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു, വ്യജ്ജനം മാംസമസമന്യതം വേണമെന്നഞ്ജസ ഞാനതു കേട്ടിട്ടു ചെയ്തതും. ഇത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനൻ. വൃത്താന്തം ഉൾക്കാമ്പു കണ്ടോരള ഉൾത്താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പതായാമിനി സഞ്ചരികളിതു ചെയ്തതു നിർണയം. ഞാനും അതിമൂഢനായി ചമന്യൻ ബലാൽ ഊനം വരാവിധീതൻ മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമാഭാഷിതം, സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം, കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ. ജാനകീ ജീവനസ്മരണം. അപ്പോൾ ആ ശുഗൻ്റെ പൂർവ്വവൃത്താന്തം പറയാണ്. ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണന് മാത്രമല്ല, ഈശ്വരകാര്യാർത്ഥമായിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ, യാഗങ്ങളും ഹോമങ്ങളൊക്കെ ചെയ്തു. ആ അസുരന്മാർ നശിക്കാനും ദേവന്മാർക്ക് ഉന്നതി ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് യാഗങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഈ യാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അസുരന്മാർക്ക് അങ്കലാപ്പായി. കാരണം ഈ യാഗങ്ങളൊക്കെ ചെയ്താൽ അവർ എപ്പോഴും അവർക്ക് ദോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, വജ്രദംഷ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ദുഷ്ടനായിട്ടൊരു അസുരനുണ്ട്, രാക്ഷസൻ. ആള് എന്ത് വിചാരിച്ചു, ഇതിന് എന്തെങ്കിലും ഈ മുടക്കണം, എന്തെങ്കിലും ഒരു ശുഗനെ ദ്രോഹിക്കണം എന്ന് വിചാരിച്ചെങ്കിൽ നോക്കുമ്പോഴാണ് ഒരു ദിവസം അഗസ്ത്യൻ വന്നിട്ട് ശുഗാശ്രമത്തിലേക്ക് എത്തണം കണ്ടേ. എന്നിട്ട് വേഗം അപ്പോൾ അഗസ്ത്യനെ വേഗം കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ തരാം ആയിട്ട് കുളിക്കാൻ പോയി അഗസ്ത്യൻ കുളിക്കാൻ പോയ വഴിക്ക് വജ്രദംഷ്ടൻ എന്ത് ചെയ്തു, അഗസ്ത്യൻ്റെ രൂപം കഴിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല, കുറേ നാളായിട്ട് മാംസമൊന്നും കഴിക്കാത്ത കാരണം. അതാണ് ആ മായാബലം എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ അഗസ്ത്യൻ ഇങ്ങനെ പറയുമോ എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം അദ്ദേഹത്തിനുണ്ടായില്ല. പിന്നെ മഹർഷിമാരുടെ വാക്കാണ്, അവർ ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യും. എന്താണ് ഞാനിപ്പോൾ, കാരണം ഇദ്ദേഹം ഒരു ബ്രാഹ്മണനാണല്ലോ, ഒരു മാംസം ഉണ്ടാക്കിയിട്ട് മാംസഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ വച്ച് തരുമോ ഇല്ലയെന്നും കൂടിയും ഒരു പരീക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് മഹാത്മാക്കൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്നറിയില്ല. അപ്പോൾ വന്നിട്ട് പറയണമെങ്കിൽ മാംസം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെന്ന് പറയാൻ ശുഗൻ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് പറയാനായിട്ട് പോയിപ്പോൾ ഭാര്യയുടെ വേഷം ധരിച്ച് അവിടെ നിന്നത്. ഈ അവിടെ ചെന്നപ്പോഴേക്കും ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ താപസവേഷം വെടിഞ്ഞിട്ട് ഭാര്യയുടെ വേഷത്തിൽ അവിടെ നിന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത് ഉണ്ടാക്കി കൊടുക്കാം, ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, മനുഷ്യമാംസം വേവിച്ചിട്ട് അവിടെ കൊടുത്തു. അപ്പം ചെന്നിട്ട് എന്ത് ചെയ്തു, ഭാര്യയുടെ രൂപത്തിൽ തന്നെ ചെന്ന് അതൊക്കെ വിളമ്പിയിട്ട് പെട്ടെന്ന് ആ വജ്രദംഷൻ അവിടെ നിന്ന് മറിഞ്ഞു പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് കണ്ട് ക്രുദ്ധനായിട്ട് ശുഗനെ അങ്ങോട്ട് ശപിച്ചു. നീ എന്തിനാ എന്നെ പരിഹസിക്കുകയാണോ? മനുഷ്യമാംസമാണ് ഈ വിളമ്പിയേക്കണേ. അപ്പോൾ നീ അതുകൊണ്ട് മനുഷ്യനെ ഭക്ഷിക്കണ ഒരു അസുരനായിട്ട് പോട്ടെ, രാക്ഷസനായിട്ട് പോട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് പറഞ്ഞു, എന്തിനാ അങ്ങനെ ശപിച്ചത്? അങ്ങയുടെ വാക്കുകളെ ഞാൻ അനുസരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, നീ എന്താ പറഞ്ഞേ ചോദിച്ചപ്പോൾ, അപ്പോൾ അങ്ങല്ലേ അവിടെ കുളിക്കാൻ പോണേടത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് മാംസഭക്ഷണം വേണമെന്ന്, അങ്ങനെയല്ലേ എൻ്റെ പത്നി മാംസഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം വേഗം ഇങ്ങനെ സമാധിയിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആ രാക്ഷസന്മാർ വഞ്ചിച്ചു, അത് കാരണം നമ്മളെ രണ്ടുപേരെയും പറ്റിച്ചില്ല. അതുകൊണ്ട് ഞാനും മൂഢനായിട്ടാണ് നിന്നെ ശപിച്ചത്. പക്ഷെ ശപിച്ചാൽ ആ ശാപം ഫലിക്കാണ്ടിരിക്കില്ല, പക്ഷേ ഞാൻ ശാപമോക്ഷം തരാമെന്ന് പറയും. എന്നിട്ട് ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം. രാവണാഭൃത്യനായി നീയും വരും ചിരം, കേവലം നീയവനിഷ്ഠനായും വരും. രാഘവൻ വാനരാസേനയുമായി ചെന്നൊരാകുലാമെന്നിയെ ലങ്കാപുരന്തികെ. നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലാമവസ്ഥയ അറിഞ്ഞു വന്നിടുവാൻ.
നിന്നെ അയക്കും ദശാസനെന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്ഥാമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തബോധന വാക്യം മനോഹരം. അങ്ങനെ അപ്പോൾ പറഞ്ഞു, നീ ഇതുപോലെ രാവണൻ്റെ ഭൃത്യനായിട്ട് വരും. അപ്പം നീ അവിടെ ചെന്നിട്ട് രാവണൻ്റെ ഭൃത്യനായിട്ട് ചെന്ന് ആ വാനരസേനയെ ചെന്ന് കണ്ടിട്ട് ഇതുപോലെ ദൂതനായിട്ട് വന്ന എല്ലാ വിശേഷവും ദശമുഖനോട് പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ആ രാക്ഷസഭാവം പോയിട്ട് നിൻ്റെ ബ്രാഹ്മണഭാവം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രാഹ്മണഭാവം തിരിച്ചു കിട്ടിയിട്ട് ആ ശാപമോക്ഷം കിട്ടിയ ആ കഥ അവിടെ ശുഗൻ്റെ കഥ അവിടെ സമർപ്പിച്ചതിന് ശേഷം പിന്നെ മാല്യവാൻ വരണതായിട്ടുള്ള ഭാഗമാണ് അടുത്തത്. മാല്യവാനാണ് വരണത്. ചാരനായൊരു ശുഗൻ പോയനന്തരം ഘോരനം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശല പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തി യഥോചിതം. കൈകസീതാ തന്മതിമാൻ വിനീതമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളെ ദശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിട്ടിടി വെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നിതുഷ്ണമായത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയങ്കാളിയും ഘോരദംഷ്ടാന്വിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോടു പിണങ്ങുന്നു രോഷാലകൂലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മൂഢനായേറ്റം കരാളാവികേടനായി വർണ്ണവും പിങ്കലാകൃഷ്ണമായി സന്തതം. കാലനെയും കണ്ടു കാണില്ലാടവും കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയാമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതേ വച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ ജാനകീ ജീവനസ്മരണം. പിന്നെ മാല്യവാൻ വന്നിട്ട് വരികയാണ്. മാല്യവാൻ എന്ന് പറഞ്ഞാൽ മണ്ഡോദരിയുടെ അച്ഛനാണ്. രാവണൻ്റെ ക്ഷമിക്കണം കേട്ടോ, രാവണൻ്റെ മുത്തച്ഛനാണ്. തെറ്റി പറഞ്ഞതാണ് ഞാൻ, എന്താ അങ്ങനെ തെറ്റി പറഞ്ഞു. രാവണൻ്റെ മുത്തച്ഛനാണ്. അപ്പോൾ ആ രാവണൻ്റെ മുത്തച്ഛൻ വന്നിട്ട് പറയാണ്, ഇങ്ങനെ പറയണു, നീ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി. ആകെ കൂടി ഇവിടെ എല്ലാം നാശമായിട്ടാണ് കാണുന്നത്. അനാവശ്യമായിട്ട് നല്ല വെയിലൊക്കെ ഉള്ളപ്പം ഇടിമഴയും ഉണ്ടാവും. അപ്പോഴല്ലേ ഇടിവെട്ടുക. നല്ല സമയത്തും അപ്പോഴും ഇടിവെട്ടുക. പകലൊക്കെ നല്ല വെയിലത്തുണ്ട് ഇടിവെട്ടുക. പിന്നെ ഇടയ്ക്ക് മഴ പെയ്യണത് ചോരയാണ് മഴയായിട്ട് പെയ്യണത്. പിന്നെ ഈശ്വരൻ്റെ വിഗ്രഹം അവിടെയും ഉണ്ട്, പൂജയൊക്കെ ഉണ്ട്. ശിവനെയൊക്കെ പൂജിക്കുന്നുണ്ടല്ലോ. ആ ദേവങ്ങൾ കാളി ശിവൻ ഇതിനൊക്കെ രാക്ഷസന്മാർ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേവലിംഗങ്ങളൊക്കെ ഇളകി വിയർക്കുകയാണ്. കാളി എന്താ ചെയ്യണേ? ആ ഘോരദംഷ്ടത്തിൽ കൂടിയിട്ട് എല്ലാ ദിക്കിലും കാളിയെ കാണുകയാണ്. അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കാളിയുടെ. പിന്നെ പശുക്കളിൽ നിന്നിട്ട് കഴുതകൾ ജനിക്കുകയാണ്. എലികൾ ചെന്നിട്ട് മറ്റേ പൂച്ചയോട് എതിരിടാൻ നിൽക്കുക. അങ്ങനെയൊക്കെ വിപരീതങ്ങളായിട്ട് കാണുക. അപ്പോൾ ഈ വിപരീതങ്ങളായിട്ട് കാണുന്നത് മുഴുവൻ ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ കാരണം ആ സീതയെ അവിടുന്ന് മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ്. അതുകൊണ്ട് വേഗം ആ സീതയെ കൊണ്ടുകൊടുത്തിട്ട് ആ രാമൻ്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കണം. രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറയണം. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചുകൾ അദ്വയേനം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നു യോഗികൾ.
ഭക്തി കൊണ്ടന്തക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനാപൂർവം ദശമുഖൻ തന്നോടുമാ ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പറഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്ന വഞ്ചളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനദീ സ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. യുദ്ധം പറഞ്ഞ മാത്യന്മാരുമായി ദശാഭക്തനും പ്രാസാദമൂർത്തീകരേറിനാൻ. അങ്ങനെ ആ മാല്യവാൻ മുത്തച്ഛൻ വന്ന് ഉപദേശിക്കണത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. സീതയെ കൊണ്ടു കൊടുക്കൂ, രാമനെ പറ്റിയിട്ടൊക്കെ പറയണ കേട്ടോ, രാക്ഷസവംശത്തെ നീ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ആ നല്ല ഇത്രയും രാമൻ പറഞ്ഞ് നിയോഗിച്ചുകൊണ്ടാണോ എൻ്റെ അടുത്തേക്ക് വന്നത്? രാമൻ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞതാവൂല്ലേ. എനിക്ക് ഇതുപോലെയുള്ള ഉപദേശങ്ങളൊക്കെ വേണ്ടപ്പോൾ ഞാൻ ചോദിക്കാം. അപ്പോൾ തൽക്കാലം ഇവിടുന്ന് പൊക്കോളൂ. ഇതൊക്കെ കേട്ടാൽ എനിക്ക് ദേഷ്യം വരും, എനിക്കിത് പൊറുക്കാൻ സാധിക്കില്ല, അത് കാരണം പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ആ മുത്തച്ഛനെ അവഗണിച്ചുകൊണ്ട് വേഗം കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. സമയം നോക്കണേ. അപ്പോൾ ഇനി യുദ്ധാരംഭമാണ് അടുത്ത ഭാഗം വായിക്കുന്നത്. ഇപ്പം ഞാൻ പറയില്ല, യുദ്ധം വരുമ്പോൾ നമുക്ക് കുറേ യുദ്ധം വരുമ്പോൾ നമുക്ക് കുറേ കഥകളൊന്നും പറയാണ്ടാവില്ല. അപ്പോൾ നമുക്ക് വായിച്ച് മനോഹരമായിട്ട് വായിച്ച് പോകുക എന്ന് മാത്രമല്ല, സ്തുതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പതുക്കെ വായിക്കാം. അത്ര തന്നെയുള്ളൂ. ഇനി യുദ്ധാരംഭം. വാനരാസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീജരെ വീരരെ സത്വരം ചെന്നു വരുത്തി വാഴും വിധു. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകാളി രൂപതും വൃത്തരോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാദ്ദേന കണ്ടിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. ഒന്നുകൂടെ ആ വരികൾ ഒന്നുകൂടെ വായിക്കാം. നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരരാമക്കവേ വന്നു തൊഴുതുരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാവസിക്കയില്ലത്ര നാം. ബേരി മൃദംഗടക്ക പാണവാനക ആനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ട്ര ഖരാഘരി ശാർദൂല സൈരഭ സ്യന്തന മുഖ്യായനങ്ങളിൽ ഗണ്ഡശൂലേഷു ചാപ പ്രാസാദോമര മൽഗരായഷ്ടി ശക്തിച്ഛുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തഭീദ്യാജവം യുദ്ധസന്നദ്ധരായുദ്ധതാ അദ്രികൾ ഉർവിയും തൽക്ഷണം ഉദ്ധതാമായതു സത്യലോകത്തോളം. വേഗം വായിക്കാം എന്ന് പറഞ്ഞപ്പോൾ അക്ഷരങ്ങളൊക്കെ ഭയങ്കര കടുപ്പം. കൃഷ്ണ ഗുരുവായൂരപ്പ. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടം തഥാ ദക്ഷിണാദിക്കിലും ദുശ്ചവനാരിയം മേഘനാഥൻ തഥാ പശ്ചിമാഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യാജനത്തോടും ഉത്തരാധാരി പുക്കാൻ ദശാഭക്തനും
നീലനും സേനയും പൂർവതി ഗോപുരെ ബാലീതനയനും ദക്ഷിണാഗോപുരെ വായുതനയനും പശ്ചിമാഗോപുരെ മായാമനുഷരാമാദിനാരായണൻ മിത്രാതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായുത്തരാദിക്കിലം ഇഥാമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും 1000 അർബുദം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 തൂളികൾ 1000 തോയകാര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപീവലം ലങ്കാപുരത്തെ വളഞ്ഞാനതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിയിടിനാൻ കോട്ടാമതിയിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ജലാധാരം പൊഴിക്കയും വെട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും വസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ ഉൽഗര പങ്ക്തികൾ ബിണ്ടിജാലങ്ങളും തോമരകണ്ഠം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭ പൂണ്ടശത്രുഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാൻ നക്തേഞ്ചരേന്ദ്രരും ആർത്തി മുഴുത്തു ദശാസേനവസ്ഥകൾ ചേർത്തു മറിവതീനായി അയച്ചിടിനാൻ ശാതൂലനാദിയം രക്തീഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചതിൽ ഉൾക്കടാരോഷേന കൊല്ലുവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും ആദ്രബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും ശുഖാസാരണരെപ്പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്വനുമായി ദശാഗന്ധരൻ മൈഥിലി വാഴൂമിടം പുക്കാൻ രാമാശിരസ്സും ധനുസ്സുമിതെന്നുടൻ വാമാക്ഷി മുന്നിലമ്മാറു വച്ചിടിനാൻ ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ വന്നോരു ദൂതൻ വിരവിനോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നിടാൻ അന്നേരം വൈദേഹി തന്നോട് തൊന്നാൽ സരമയും ഗേതാമശേഷാമകലെക്കളകനി എല്ലാം ചതി എന്ന് തേറിയിടതൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇല്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം ഇത്തരം സാരമം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞങ്ങിരുന്നിടിനാൻ ഹൃദയം മംഗലാദേവത വല്ലഭാജ്ഞാവശാൽ അംഗതൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലമ്മാറു വച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസാസേനയും ലങ്കാനഗരവും രാക്ഷസാരാജ്യനം നിന്നോടുകൂടവേ സംഹരിച്ചിടുവാൻ ബാണങ്ങെയ്തെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ധ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇഥാം അധിക്ഷേപവാക്കുകൾ കേട്ടതി ക്രുദ്ധനായോരു രാത്രീഞ്ചരാവീരനും വൃത്രാരിപുത്രാതനയനെ കൊൽകുന്നു നക്തഞ്ചരം ധിപന്മാരോടു ചൊല്ലിനാൻ ചെന്നു പിടിച്ചു നിശാചരാവീരരും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ കപീന്ദ്രനും പിന്നെ അപ്രാസാദവും തകർത്തിയിടിനാനൊന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരാദിയം വാനരാവീരന്മാർ ചെന്നു ചുടന്നു കിടങ്ങും നിരത്തിനാൻ
കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണജാപങ്ങളും വാളും പരീചയും പ്രാണാഭയം വരും വെൺമഴുകുന്തവും ഗണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും വിണ്ടിപാലങ്ങളും ഉൽഗരാലവും ചക്രങ്ങളും പരീഖങ്ങളും വീട്ടികൾ ശുക്രചക്രങ്ങളും മറ്റുമിത്യാദികൾ യുദ്ധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും വാരണാനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലീനാദവും രാക്ഷസാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങി പുഴുങ്ങി പ്രപഞ്ചവും എങ്ങൂമിടാതൂർന്ന മാറ്റൊലി കൊണ്ടുതേ ജമ്പാരി മുമ്പം നിലംബരും കിന്നര കിംപുരുഷോരക ഗുഹ്യകാസംഗവും ഗന്ധർവസിദ്ധ വിദ്യാധരാചാരണാന്ത്യ അന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം. നാരദാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ. തുങ്കാനാം ഇന്ദ്രജിത്തേറ്റാൻ അതു നേരം അങ്കദൻ തന്നോടതിന്നു കപീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ. ധീരനാം ജാമ്പുമാലി നിശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലേറിനാൻ. മിത്രാതനയൻ പ്രഹസ്തനോടേറ്റിടു മിത്രാരിയോടു വിഭീഷണാവീരനും നീലൻ നികുംബനോടേറ്റന്തവനെ കാലാപുരിത്തന്നയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റൻ വിരുഭാഷനോടതാ ലക്ഷ്മീപതീയം രഘുത്തമൻ തന്നോടു രക്ഷധ്വജാഗ്നി ധ്വജാദികൾ 10 പേർ തക്ഷണേ പോർ ചെയ്തു പുക്കൻ സുരാലയം. വാനരന്മാർക്കു ജയം വരുന്നേരം ഭാനുവും വാരനിധിയിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജനോടേറ്റു തോറ്റുപോം അമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമേതു മോചിപ്പിച്ചതു രാഘവന്മാരെയും വാനരന്മാരെയും വന്നാകബികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേന് തിന്നവൻ. വെന്നി പെരുമ്പറ കൊട്ടിച്ചു മേലിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മരുവിനൻ. താപസാവൃന്ദവും ദേവാസമൂഹവും താപം കലർന്നു വിഭീഷണരേവരും ഹാഹാവിഷാദേന ദുഃഖാവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശന്തരെ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്തജാലങ്ങളും ഉൾക്ഷോഭമം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ. അബ്ദിതോയം സ്വപക്ഷയും ഉദ്ദൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം അണിഞ്ഞിടിനാൻ. നാഗാസ്ത്രബന്ധം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്രാനിമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനെ ബദ്ധമോദം അനുഗ്രഹം നൽകിനാൻ. കുപ്പിത്തൊഴൂത അനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടുപോയി മറഞ്ഞിടിനാൻ. ദാർശ്യനും മുന്നേതിലും ബലാവീര്യ വേഗങ്ങൾ ഉണ്ട് ഉന്നതന്മാരാം കബീവരന്മാരെല്ലാം. മന്നവൻ തന്നെ യോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം ബുക്കിരുന്നതിന് മുന്നമേ. വന്നാരിവരുമിങ് എന്തൊരു വിസ്മയം നന്നെത്രയുമെന്നേ പറയാവൂ. ജാനകീ ജീവനസ്മരണം. ആ യുദ്ധം ആരംഭിച്ചു. യുദ്ധങ്ങളൊക്കെ ചെയ്യണേണ്ട സമയത്ത് ഓരോരുത്തരും ആ യുദ്ധത്തിൻ്റെ ഗംഭീരതയുടെ ഇടയിൽ ഓരോരുത്തരും ചെന്നപ്പോൾ എന്ത് ചെയ്തു, നാഗാസ്ത്രം പ്രയോഗിച്ച് എല്ലാവരെയും നാഗാസ്ത്രത്തിൽ വാനരന്മാരൊക്കെ വീണപ്പോൾ ഞാനിതാ ജയിച്ചു എന്നും പറഞ്ഞ് മേഘനാഥൻ തിരിച്ചു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, അവിടുന്ന് സാക്ഷാൽ ഗരുഡൻ പറന്ന് അവിടേക്ക് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ ഗരുഡൻ അവിടെ വന്നപ്പോഴേക്കും ഗരുഡൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എന്താ ഈ നാഗങ്ങളൊക്കെ ആ നാഗാസ്ത്രബന്ധനമൊക്കെ തീർന്നിട്ട് എല്ലാവരും
എല്ലാവരും ആ നാഗാസ്ത്രബന്ധനം തീർന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, പണ്ടത്തേലും ഇരട്ടി ശക്തിയും കൂടിയായി ഇത്രയവർക്ക്. എന്നിട്ട് അവർ വേഗം എന്ത് ചെയ്തു, വീണ്ടും യുദ്ധത്തിനൊക്കെ ചെന്നപ്പോൾ ഇപ്പോൾ തന്നെ വന്ന് പറഞ്ഞേ ഉള്ളൂ രാവണനോട്, അവരെയൊക്കെ തോൽപ്പിച്ചു. അപ്പോഴേക്കും അവർ അധിക ശക്തിയോടുകൂടി വന്നപ്പോൾ ആ രാവണൻ പോലും അത്ഭുതപ്പെട്ടു എന്ന് പറയാം. കുറച്ചധികം വായിക്കാണ്ടേ അല്ലേ ഈ ഒരു ഭാഗം? യുദ്ധത്തിന് രാവണൻ്റെ പുറപ്പാട് വരെയുള്ള ഭാഗം വായിക്കാം. ചെന്നറിഞ്ഞിടുവീനെന്തൊരു ഘോഷമീതെന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബലാവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപീകുലം അസ്ത്രങ്ങൾ തോറും മലാതവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാങ്കത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടൂ ആണുങ്ങളെങ്കിൽ നാത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. ഇത്തമാനുഗ്രഹം ചെയ്തയച്ചാനതി ക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമാഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതി തന്നോടെതിർത്താനവനും ചെന്നു ദാരുണമായിതു യുദ്ധവും എത്രയും. വേലസീവൻ മെഴുകുന്തം ചരാസനം ചൂലം മുസലം പരിഗതാദികൾ കൈക്കൊണ്ടു വാജി രഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസാവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവേരനം മാരുതി ദക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടത്തെടുത്തൊന്നടി അറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശൂഗതയുമെടുത്തുടൻ ഭാരിലമാറുതും രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. നക്തിന്തരരെയോ ഒടുക്കി തുടങ്ങിന രാത്രി മുഴുത്തുകൊണ്ട ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ ധീരതയോടെ അനാകുലാമെന്നിയെ. പാരം വളർന്നൊരു കോപാവിവേശനായി മാരുതി രണ്ടാമതൊന്നറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടമ്പർഗപുരത്തിങ്കൽ അമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രവരൻ മഹാബലൻ വജ്രദംഷ്ടം തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ച അഭിമാനകീർത്തിയ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണാഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജനോടെതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുമുണ്ടായ ചെന്നു കവികളോടേറ്റു മഹാബലൻ. ശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഗഡ്ഡശാസ്ത്രാസ്ത്ര ശക്തികാദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്താനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ. വാളും പറിച്ചുടൻ വജ്രദംഷ്ടങ്കല നാളം മുറിച്ച് എറിഞ്ഞിടിനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറൂമകമ്പനൻ തന്നെയും. വൻപടയോടുമയച്ചാനന്തരം കമ്പമുണ്ടായതു മേദിനിക്കന്നേരം. ദുശ്ചവാനാരി പ്രവരൻ അകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുധനായനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരമ്പയം പുറത്തു ദശകണ്ഠനും. സഞ്ചരിച്ച നിജ രാക്ഷസേനയിൽ പഞ്ചദയാസ്യനും കണ്ടാനതു നേരം. താമേശ്വരത്തോടു സേതുവിൻ
സേതുവിന്മേലുമായി രാമദേശാന്തം സുബാലാജലോപരി വാനരസേന പരന്നതും കോട്ടകാൽ ഊനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നുകൂപ്പിനൻ. നീയറിഞ്ഞിലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ, ചെല്ലുന്ന രാക്ഷസാവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കില്ല ഇങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർവേ ചെയ്തു മാനുഷാവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നാരെന്നു ചൊൽവെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രിമാർ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാൻ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമം പ്രഹസ്തൻ മഹാരഥൻ, കുംഭഹനും മഹാനാഥനും ദുർമുഖൻ, ജംബാരി വൈരിയം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിനാവൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങളും ഉണ്ടതു കണ്ടവൻ തന്നകധാരിയിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകാപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാജലം കൊണ്ടു രക്ഷോഗണത്തെയൊടുക്കി തുടങ്ങിനാൻ. ചക്രഖഡ്ഗപ്രാസശക്തി ശസ്ത്രങ്ങളാൽ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും ആശങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനന്ദനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലാപുരി ബുക്കിരുന്നരുളിടിനൻ. സേനാപതിയും പടയും മടിച്ചിതു മാനിയം രാവണൻ കേട്ടു കോപാന്ധനായി. ജാനകി ജീവനസ്മരണം. ഇവിടെ ഒന്നും പറയാനില്ല, യുദ്ധം തന്നെ പരസ്പരം പോരടിച്ച് മരിക്കുന്ന കഥകളാണ് പറയണത് ഇവിടെ. ഇനി രാമായണത്തിലെ കഥകളൊന്നും പറയാനില്ല, വായിച്ചു പോകാനേ ഉള്ളൂ. എവിടെയും കഥകളൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഭഗവാൻ ആ സമയമാകുമ്പോൾ അതെന്തെങ്കിലും ഓർമ്മിപ്പിക്കട്ടെ എന്ന് മാത്രം പറയാം. അപ്പോൾ ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇപ്പോൾ നമ്മൾ 22-ാം ദിവസത്തെ പാരായണമാണ് വായിക്കണത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 26-ാം ദിവസം എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഭാഗം. അങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണം. ഇത് 26-ാം ദിവസത്തെ പാരായണം വരെയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു ദിവസം നേരത്തെ നിർത്തേണ്ടതുണ്ടല്ലോ. പിന്നെ അത് അറിയില്ല ഭഗവാൻ എപ്പോൾ ഏതാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് പറഞ്ഞു തരണേന്ന് അറിയില്ല. അപ്പോൾ അതിനും സമയം കണ്ടെത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ പാരായണം ഇങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ. ബാക്കിയൊക്കെ ഭഗവാൻ നിശ്ചയിക്കുന്ന പോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ കലികൽമഷങ്ങളൊക്കെ നീങ്ങിയിട്ട് മനോമാലിന്യങ്ങളൊക്കെ നീങ്ങിയിട്ട് എപ്പോഴും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കട്ടെ. എന്തു തന്നെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിനെ മനോധൈര്യത്തോടുകൂടി നേരിടാനായിട്ടുള്ള ഒരു മനോധൈര്യവും കരുത്തൊക്കെ ഭഗവാൻ നൽകട്ടെ. പരസ്പരം നിഷ്കളങ്കമായിട്ട് നിഷ്കപടമായിട്ട് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആ ഒരു സ്നേഹത്തിൻ്റെ ഈ ഒരു കൂട്ടായ്മ എന്നെന്നും നിലനിൽക്കട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണോടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സമയത്രയായി? ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ നിർത്തിയ കുറച്ച് നാമം ജപിക്കാം എന്നൊക്കെ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മീ സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ. ലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ദാസകനകവിശം വൈജയന്തീം ജമാല്യം കൊണ്ടോണില്ല. സുതയാ പുരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴും. കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ. കയറ്റി വെച്ചോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീരാധപ്പ ജയ് ജയ് ശ്രീരാധേശ്വര നാരായണ.